إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടെല്ലാം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകി പടച്ച റബ്ബ് നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ 33-ാമത്തെ അധ്യായത്തിലെ 35-ാമത്തെ ആയത്ത് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. 10ഓളം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരെയും ഓരോ വിശ്വാസികളെയും ധൃതിയിൽ മുന്നിട്ട് വരുവാൻ വേണ്ടി വിളിക്കുന്ന ഒരു ക്ഷണമാണ് മഗ്ഫിറത്തിലേക്കുള്ള ക്ഷണം, സ്വർഗത്തിലേക്കുള്ള ക്ഷണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ കുതിച്ചുവാ. വസാരിഉ, നിങ്ങൾ ഓടിവാ എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുമ്പോൾ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായിട്ട് പരലോകത്ത് വരാൻ നമുക്ക് സാധിക്കണം. ആദ്യം നമുക്ക് മഗ്ഫിറത്താണ് ലഭിക്കേണ്ടത്. ആ മഗ്ഫിറത്ത് ലഭിച്ചെങ്കിൽ മാത്രമാണ് സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ആർക്കൊക്കെയാണ് ആ മഗ്ഫിറത്തും സ്വർഗവും അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുസ്ലിങ്ങളായ പുരുഷന്മാരും മുസ്ലിങ്ങളായ സ്ത്രീകളും അതുപോലെ തന്നെ സത്യവിശ്വാസിനികളായ സ്ത്രീകളും സത്യവിശ്വാസികളായ പുരുഷന്മാരും വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, വിനയാനിതരായിക്കൊണ്ട് ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാത്ത്, സത്യസന്ധന്മാരായി ജീവിക്കുന്നവർ, ജീവിതത്തിൽ ക്ഷമ കൈകൊള്ളുന്നവർ,
والخاشعين والخاشعات والمتصدقين والمتصدقات. അതുപോലെ തന്നെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ, ദാനം ചെയ്യുന്ന ആളുകൾ, ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 10 എണ്ണത്തിൽ എണ്ണിപ്പറഞ്ഞ ഒരു വിഭാഗമാണ് വസ്സായിമീന വസ്സായിമാത്ത്. നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും, വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്, അതുപോലെ തന്നെ തൻ്റെ ഗുഹ്യഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. ഇങ്ങനെ അല്ലാഹു ഓരോ വിഭാഗത്തെയും എണ്ണി പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി മഗ്ഫിറത്തും അതുപോലെ തന്നെ വമ്പിച്ച പ്രതിഫലം അഥവാ അല്ലാഹുവിൻ്റെ സ്വർഗം, ആ സ്വർഗീയ സുഖാനുഭൂതികൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവന് സാധിക്കണമെങ്കിൽ, സ്വർഗീയ സുഖാനുഭൂതികൾ അനുഭവിക്കുവാൻ അവന് സാധിക്കണമെങ്കിൽ അവൻ നോമ്പെടുക്കുന്നവനാകണം എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അന്നഹു സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളൽ, നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ കർമ്മം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അലൈക ബിസ്സൗം, നീ നോമ്പെടുത്തോ. ഏതാണ് അഫ്ളലായ കർമ്മം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അലൈക ബിസ്സൗം, നീ നോമ്പനുഷ്ഠിക്കുക. ഫഇന്നഹു ലാ ഇദല ലഹു, അതിന് തുല്യമായിട്ട് വേറൊരു കർമ്മവുമില്ല, അതിന് തുല്യമായിട്ട് വേറൊന്നുമില്ല. മറ്റൊരു റിവായത്തിൽ, മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മുർനി ബി അംറിൻ യൻഫഉനി അല്ലാഹു ബിഹി, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് താങ്കൾ എന്നോട് കൽപ്പിച്ചാലും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക ബിസ്സിയാം, നീ നോമ്പുകാരനായിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നോ, നീ നോമ്പെടുത്തോ. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതുപോലെ തത്തുല്യമായിട്ട് വേറൊന്നുമില്ല. നോമ്പിനെ പോലെ ശ്രേഷ്ഠതയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നോമ്പ്, അതുപോലെ തുല്യമായിട്ട് വേറൊന്നുമില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ആ ഒരു നോമ്പുകാരന്റെ പ്രതിഫലത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവനെ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം, ഒരൊറ്റ ദിവസം അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് വേറെ ദുനിയവിയായ ലക്ഷ്യങ്ങളൊന്നുമില്ല, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രമാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ. ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തോടു കൂടി ഒരൊറ്റ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ, 70 വർഷത്തെ വഴി ദൂരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ നിന്ന് അകറ്റുന്നതാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 70 വർഷത്തെ വഴി ദൂരം ഒരു മനുഷ്യന്റെ ആയുസ് കാലം, അല്ലേ? ഒരു മനുഷ്യന്റെ ആയുസ് കാലം, എൻ്റെ ഉമ്മത്തിന്റെ കാലാവധി പ്രായം, അവൻ തീർച്ചയായിട്ടും 60-നും 70-നും ഇടയ്ക്കാണ് അവന്റെ ആയുസ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ ആയുസ് കാലം. അതിനപ്പുറം പോകുന്ന ആളുകൾ വളരെ തുച്ഛമുണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യൻ താൻ ജനിച്ചത് മുതൽ 70 വർഷം അവൻ നടന്നാൽ എത്ര ദൂരം വഴി ദൂരം അവൻ സഞ്ചരിക്കുമോ അത്രയും ദൂരം നരകത്തിൽ നിന്ന് അവൻ അകറ്റുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇരൊറ്റ ഹദീസ് മതി ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം മനസ്സിലാക്കാൻ. ഒരുപാടുണ്ട്. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആരോഗ്യത്തോടുകൂടി നോമ്പെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ, കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നോമ്പിനെ നമ്മളെ പഠിപ്പിച്ചത്. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും നോമ്പനുഷ്ഠിക്കുന്നവരായിട്ട് വസ്സായിമീന വസ്സായിമാത്ത് എന്ന് അല്ലാഹു പഠിപ്പിച്ച ആ നോമ്പുകാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നോമ്പെടുക്കാൻ പറ്റുമോ? അതൊരു ചർച്ചയാണ്, ഒരു സംശയമാണ്. ചില ആളുകളുണ്ട് റജബ് മാസം മുഴുവൻ നോമ്പെടുത്തവരുണ്ട്, ശഅബാൻ മാസം മുഴുവൻ നോമ്പെടുത്തവരുണ്ട്, റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. അവർ നേർച്ച ചെയ്യുകയാണ്, ഞങ്ങൾക്ക് റജബിലും അതുപോലെ തന്നെ ശഅബാനിലും അതുപോലെ തന്നെ റമദാനിലും 3 മാസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത് ഇസ്ലാം പഠിപ്പിച്ച ഒരു കർമ്മത്തിന് വിപരീതമാണ്. ആ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ദാവൂദ് നബിയുടെ നോമ്പാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ദാവൂദ് നബിയുടെ നമസ്കാരമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം. കാരണം ദാവൂദ് നബിയുടെ പ്രത്യേകത എന്താ? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാത്രിയിൽ കുറച്ച് സമയം ഉറങ്ങും, അതുപോലെ തന്നെ ബാക്കി സമയം അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കും. അതാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ നമസ്കാരത്തിന്റെ പ്രത്യേകത. അദ്ദേഹം നമസ്കാരമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് രാത്രി മുഴുവൻ നമസ്കരിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തീർച്ചയായിട്ടും അഹബ്ബ സിയാം ഇലല്ലാഹി സിയാമു ദാവൂദ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നോമ്പാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഹബ്ബ സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം അത് ദാവൂദ് നബിയുടെ നമസ്കാരം തന്നെയാണ്. എന്തുകൊണ്ടാണ് ദാവൂദ് നബിയുടെ നമസ്കാരം അല്ലാഹു ഇഷ്ടപ്പെടാനുള്ള കാരണം? കാന യനാമു നിസ്ഫൽ ലൈൽ, അദ്ദേഹം രാത്രി മുഴുവൻ നമസ്കരിക്കുന്നവനല്ല, രാത്രി മുഴുവൻ നമസ്കരിക്കുകയില്ല. രാത്രി മുഴുവൻ നമസ്കരിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഉറങ്ങാതെ നമസ്കരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാത്രിയുടെ പകുതി ഭാഗം ഉറങ്ങുകയും വയഖൂമു സുലുസഹു വയനാമു സുദുസഹു വകാന യസൂമു യൗമൻ വയുഫ്തിറു യൗമാ, ബാക്കി പകുതി ഭാഗത്തിൽ 1/6 ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കരിക്കും, ബാക്കിയുള്ള ഭാഗം വീണ്ടും ഉറങ്ങും. ആ നമസ്കാരമാണ് അല്ലാഹുവിന് ഇഷ്ടം. അതുപോലെ തന്നെയാണ് നോമ്പിന്റെ വിഷയത്തിലും. ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേ ദിവസം നോമ്പെടുക്കുകയില്ല, 3-ാമത്തെ ദിവസം നോമ്പെടുക്കും, 4-ാമത്തെ ദിവസം നോമ്പെടുക്കുകയില്ല. അഥവാ തുടർച്ചയായിട്ട് നോമ്പെടുക്കുക, അത് അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നാണ് ഇത്തരം ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് പഠിച്ച് ചില ആളുകളെടുത്ത തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു തീരുമാനം, ഒരാൾ പറഞ്ഞത്, ഞാനിനി രാത്രി മുഴുവൻ, ഞാനിനി എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കും, എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കും, നോമ്പില്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഒരാൾ തീരുമാനമെടുത്തപ്പോൾ, ഒരാൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ ചര്യക്ക് എതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, എൻ്റെ ചര്യക്ക് എതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അഥവാ എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നുള്ളത്, നോമ്പില്ലാത്തൊരു ദിവസവുമില്ല, എല്ലാ ദിവസവും നോമ്പെടുക്കുക, റജബ് മാസം മുഴുവൻ നോമ്പെടുക്കുക, ശഅബാൻ മാസം മുഴുവനും നോമ്പെടുക്കുക, എന്നിട്ട് റമദാനിലും നോമ്പെടുക്കുക, തുടർച്ചയായി 3 മാസം നോമ്പെടുക്കുക, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതല്ല. റജബ് മാസത്തിൽ പ്രത്യേകമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പതിവിന് വിപരീതമായിട്ടൊരു നോമ്പെടുത്തിട്ടുണ്ടോ എന്ന വിഷയത്തിൽ വരെ തർക്കമുണ്ട്, സംശയമുണ്ട്, കൃത്യമായ പ്രമാണങ്ങളില്ല. അല്ലേ, നമുക്ക് എന്നും നോമ്പ് ഇല്ല, അത് പാടില്ല, അത് പാടില്ല, അത് പാടില്ല. പ്രവാചകൻ പറഞ്ഞത് വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനല്ല. ആരോടാ ഇത് പറഞ്ഞത്? ആരോടാ ഇത് പറഞ്ഞത്? രാത്രി മുഴുവൻ ഞാൻ നമസ്കരിക്കും, രാത്രി മുഴുവൻ ഉറങ്ങാതെ ഞാൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞവനോട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞവനോട്, എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കുമെന്ന് പറഞ്ഞവനോടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് വിടവില്ലാതെ ഒരു മാസം മുഴുവൻ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടരെ റമദാൻ മാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് എടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കണ്ടിന്യൂ നമ്മൾ നോമ്പെടുക്കാൻ പാടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യമായി മനസ്സിലാക്കുക. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്, വസിയാമുദ് ദഹരി, തുടർച്ചയായിട്ട് ദിവസങ്ങളോളം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക എന്നുള്ളത് മൻഹിയുൻ അൻഹു, അത് നിരോധിക്കപ്പെട്ട വിഷയമാണ്. അപ്പൊ എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ കൂട്ടരുത്. ലോകത്ത് കഴിഞ്ഞു പോയ ഭൂലപ്രസിദ്ധരായ പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു വസിയാമുദ് ദഹരി, കാലങ്ങളോളം വിടവില്ലാതെ എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നുള്ളത് മൻഹിയുൻ അൻഹു, അത് തടയപ്പെട്ട വിരോധിക്കപ്പെട്ട വിഷയമാണ്, അത് വിരോധിക്കപ്പെട്ട വിഷയമാണ്. വലൗ അഫ്തറൽ ഈദൈനി വഅയ്യാമത്ത ശരീഖ്, ഇത്തരം ചില ആളുകൾ പറയും, എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന ആളുകൾ പറയും, ഞങ്ങൾ രണ്ട് പെരുന്നാൾ വരുമ്പോൾ ഞങ്ങൾ നോമ്പെടുക്കുന്നില്ല, അതുപോലെ തന്നെ തശ്രീഖിന്റെ അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾ നോമ്പെടുക്കുന്നില്ല, അത് പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാ പഠിപ്പിക്കുന്നത്, അത് പോരാ, 2 പെരുന്നാളിന്റെ അന്ന് മാത്രം നോമ്പെടുക്കാതിരുന്നാൽ പോരാ, അതുപോലെ തന്നെ അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ മാത്രം നോമ്പെടുക്കാതിരുന്നാൽ പോരാ. ലിഅന്നഹു യുദ്ഇഫു അനിൽ ഖിയാമി ബിഹുഖൂഖി കസീറ, നിനക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്, ധാരാളം ഉത്തരവാദിത്തങ്ങൾ നിനക്കുണ്ട്, ഒരുപാട് ഹക്കുകൾ നിനക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അതിനൊക്കെ ക്ഷീണം വരും. അതുകൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് നീ നോമ്പെടുക്കരുത്, അത് നിരോധിക്കപ്പെട്ട വിഷയമാ. ആരാ പഠിപ്പിച്ചത്? മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ. അല്ലാഹു നമ്മളൊക്കെ സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിശാച് നമുക്ക് അലങ്കാരമായിട്ട് തോന്നിപ്പിക്കുകയാ,
ബിദ്അത്തുകളെ പിശാച് നമുക്ക് അലങ്കാരമായിട്ട് തോന്നിപ്പിക്കുക. നിസ്കാരമല്ലേ, നോമ്പല്ലേ, അതുപോലെ തന്നെ അത് ദിക്റല്ലേ, സ്വലാത്തല്ലേ, നീ ചൊല്ലിക്കോ, നീ സുന്നത്തൊന്നും നോക്കേണ്ടതില്ല, ഹബീബിന്റെ ചര്യകളൊന്നും നോക്കേണ്ടതില്ല, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള എണ്ണത്തിൽ നീ നിനക്ക് തോന്നിയതുപോലെ ചൊല്ലിക്കോ, നിനക്ക് തോന്നിയതുപോലെ നീ അനുഷ്ഠിച്ചോ. അത് പിശാച് അലങ്കാരമായിട്ട് തോന്നിപ്പിക്കുക. ഇത് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ നോമ്പല്ല നിങ്ങൾ എന്തിനാ തടയുന്നത്? നോമ്പാണെങ്കിൽ പോലും അത് ഒന്നിടവിട്ട് ദാവൂദ് നബിയുടെ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ദാവൂദ് നബിയുടെ നോമ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നെടുത്താൽ നാളില്ല, മറ്റന്നാൾ എടുത്താൽ നാലാന്നില്ല, അങ്ങനെ ഒന്നിടവിട്ടെടുക്കാനേ പാടുള്ളൂ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നോമ്പിന് പ്രാധാന്യമുണ്ട്, യാതൊരു സംശയമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോമ്പെടുക്കാം. പഠിപ്പിച്ച് സുന്നത്താക്കപ്പെട്ട ഒരുപാട് നോമ്പുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. സുന്നത്തായ തിങ്കളാഴ്ചയിലെ നോമ്പ്, വ്യാഴാഴ്ചയിലെ നോമ്പ്, മുഹറം 9, 10 നോമ്പുകൾ, അങ്ങനെ എണ്ണിയാൽ ഒരുപാട് ശവ്വാലിന്റെ നോമ്പുകൾ, അങ്ങനെ ഒരുപാട് നോമ്പുകളുണ്ട്. അതിനു പുറമെ നമുക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നു, എടുക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആഴ്ചകളോളം മാസങ്ങളോളം നോമ്പല്ലേ എന്ന് പറഞ്ഞിട്ട് നോമ്പെടുക്കുക. അത് ഹബീബിന്റെ ചര്യയിൽ പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ വിഷയം നോമ്പുമായി മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സാഹചര്യത്തിൽ ഷാബാൻ മാസത്തിലാണല്ലോ നമ്മളുള്ളത്. ഈ ഷാബാൻ മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത് നോമ്പുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഷാബാനിലെ നോമ്പിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസമാണ് ഷാബാൻ മാസം, യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസമാണ് ഷാബാൻ മാസം. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഷാബാനിൽ നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം? പ്രവാചകന്റെ കൃത്യമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ ചോദിക്കുകയാണ്, റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ലം അറക തസൂമു ശഹറൻ മിനശ് ശുഹൂരി മാ തസൂമു മിനശ് ശഅബാൻ. ഷാബാനിനേക്കാൾ കൂടുതൽ മറ്റുള്ള മാസങ്ങളിൽ ഷാബാനിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. മറ്റുള്ള മാസങ്ങളിൽ നോമ്പെടുക്കാത്തതുപോലെ ഈ ഷാബാനിന് എന്ത് പ്രത്യേകതയാണ്? ഈ ഷാബാനിൽ ധാരാളമായിട്ട് മറ്റുള്ള മാസങ്ങളെക്കാൾ വിപരീതമായിട്ട് താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ. എന്താണ് അതിനുള്ള കാരണം? അല്ലാഹുവിന്റെ ഹബീബ് അതിന് നൽകിയ മറുപടി, ദാലിക ഷഹ്റുൻ, ഈ ഷാബാൻ, വിശ്വാസികളെ കേട്ടോ, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കഴിഞ്ഞു പോകുന്ന മാസമുണ്ടല്ലോ, ഷാബാൻ മാസം, ആ ഷാബാൻ മാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുക, ദാലിക ഷഹ്റുൻ, ഇതൊരു മാസമാണ്, യഗ്ഫുലുൻ നാസു അൻഹു, ഭൂരിഭാഗം മനുഷ്യരും അശ്രദ്ധയിലായി പോകുന്ന മാസമാണ്, പവിത്രമായ മാസമാണ്, അല്ലാഹു പവിത്രമാക്കിയ മാസമാണ്. ബൈന റജബിൻ വ റമളാൻ, റജബിന്റെയും റമദാനിന്റെയും ഇടയ്ക്കുള്ള മാസം. എന്താ റജബിന്റെ പ്രത്യേകത? മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. ആ 12ൽ 4 മാസം പവിത്രമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആ 4 മാസങ്ങൾ ഏതാ? 1 ദുൽഖഅദ്, 2 ദുൽഹിജ്ജ, 3 മുഹറം, 4 റജബ്. 4 പവിത്രമാക്കിയ മാസങ്ങളിൽ 4ാമത്തെ മാസമാണ് റജബ്, ശ്രേഷ്ഠമായ മാസമാണ്. അത് കഴിഞ്ഞാലാണ് ഷാബാൻ, അത് കഴിഞ്ഞാൽ റമദാനിൽ വിശ്വാസികൾ ഉണർവോടുകൂടി പ്രവർത്തിക്കുന്ന മാസമാണ്. ഈ റജബിന്റെയും ഈ റമദാനിന്റെയും ഇടയ്ക്കുള്ള ഷാബാൻ മാസമുണ്ടല്ലോ, ബൈന റജബിൻ വ റമദാൻ, ഈ മാസം, ഈ ഷാബാൻ മാസം, അതിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലാണ്. വഹുവ ഷഹ്റുൻ, അതിന്റെ പ്രത്യേകത അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. നാം ചെയ്തു വെച്ച അമലുകൾ അല്ലാഹു എങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സ്വലാത്തുകൾ, നാം എന്തെന്ത് നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അത് മുഴുവൻ അല്ലാഹു എങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ. ഫൗഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിം. അതുകൊണ്ട് ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ അല്ലാഹു എങ്കിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഷാബാനിൽ നോമ്പനുഷ്ഠിക്കാനുള്ള കാരണമെന്ന് കൃത്യമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു. ഒരു മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റമദാനാണ്. ഷാബാനിൽ അല്ലാഹുവിന്റെ ഹബീബ് അവസാന കാലഘട്ടത്തിൽ, അവസാന ദിനങ്ങളിൽ നോമ്പനുഷ്ഠിച്ചിട്ടില്ല. ഷാബാനിൽ പൂർണ്ണമായിട്ട് നോമ്പനുഷ്ഠിച്ചിട്ടില്ല. അത് റമദാനിൽ മാത്രമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു മാസം മുഴുവൻ അത് ഷാബാനിൽ ഇല്ല. ഷാബാനിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ മറ്റുള്ള മാസങ്ങളെക്കാൾ നോമ്പനുഷ്ഠിച്ച മാസമാണ് ഷാബാൻ മാസം. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? നോമ്പുകാരനാകണം, ഇബാദത്തുകളിൽ ഏർപ്പെടണം. പവിത്രമായ മാസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ഈമാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഷാബാൻ 15ന്റെ നോമ്പോ ഒരു സംശയമാണ്.
നോമ്പുമായി ബന്ധപ്പെട്ട സംശയമാണ്. ഷഅബാൻ 15ന്റെ നോമ്പോ നമുക്ക് സംശയമുണ്ടാകും. പ്രിയമുള്ളവരെ, യാതൊരു സംശയവുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷഅബാനിന്റെ പോരിശ മനസ്സിലാക്കി അല്ലാഹുവിങ്കലേക്ക് എന്റെ അമൽ ഉയർത്തപ്പെടുന്ന മാസമാണല്ലോ എന്ന നിലക്ക് നമ്മൾ മറ്റുള്ള ദിവസങ്ങളിൽ അനുഷ്ഠിച്ചു പോരുന്നത് പോലെ ഷഅബാൻ 15ന്റെ അന്ന് നോമ്പെടുക്കുകയാണ് എങ്കിൽ അത് സുന്നത്തായ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലാണ്. യാതൊരു തർക്കവും ഇല്ല. അതിന് കൃത്യമായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും 13, 14, 15 തീയതികളിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മാസത്തിലും 13, 14, 15 തീയതികളിൽ നോമ്പനുഷ്ഠിക്കാൻ പ്രവാചകന്റെ നിർദ്ദേശമുണ്ട്. ആ നിലക്ക് ഷഅബാൻ 15ന്റെ അന്ന് നോമ്പെടുത്താൽ അത് സുന്നത്തായ നോമ്പാണ്. അല്ലാഹു നോക്ക് എവിടേക്കാ? നമ്മുടെ ഖൽബിലേക്ക്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ നിയ്യത്തുണ്ടാകേണ്ടത്, ലക്ഷ്യമുണ്ടാകേണ്ടത്, ഉദ്ദേശമുണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ഒരാൾ നോമ്പെടുക്കുമ്പോൾ ഈ ഷഅബാനിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നോമ്പ് അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ 13, 14 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചു, അതിന്റെ ഭാഗമായിട്ടാണ് ഒരാൾ 15ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ അവനതിനുള്ള പ്രതിഫലം ലഭിക്കും. അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു അന്ധവിശ്വാസമുണ്ട്. എന്താണ് അന്ധവിശ്വാസം? ഷഅബാൻ 15 അത് ബറാഅത്ത് രാവാണ്, ബറാഅത്തിന്റെ ദിവസമാണ് എന്ന് പറയുന്ന വിശ്വാസം. എന്തുകൊണ്ടാണ് ഞാൻ അത് അന്ധവിശ്വാസമാണെന്ന് പറയാനുള്ള കാരണം? അങ്ങനെ ഒരു വിശ്വാസം ഷഅബാൻ 15ന്റെ അന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ നമ്മുടെ പ്രമാണമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി നമ്മുടെ പ്രമാണമാണ്. നമ്മൾ മതപരമായിട്ട് എന്താചരിക്കുന്നുണ്ടെങ്കിലും എന്തനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും റസൂൽ, അല്ലാഹു എന്താണോ പഠിപ്പിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് നമ്മൾ പരിശോധിക്കണം. ഷഅബാൻ 15ന്റെ അന്ന് ബറാഅത്ത് രാവാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം പഠിപ്പിക്കേണ്ടത് ആരാ? ആ വിശ്വാസം പഠിപ്പിക്കേണ്ടത് അല്ലാഹു ആണ്. ആ വിശ്വാസം പഠിപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബാണ്. ആ വിശ്വാസം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ കൂടെ ജീവിച്ച സച്ചരിതരായ സഹാബികളാണ്. ഇവർക്കാർക്കും പരിചയമില്ല, ഇവരാരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബി, ആയിരക്കണക്കിന് സഹാബിമാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സഹാബി ഷഅബാൻ 15ന്റെ അന്ന് ബറാഅത്ത് രാവാണ് എന്ന് പറയുന്ന വാദം, വിശ്വാസം എവിടെയെങ്കിലും ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഒരൊറ്റ ഹദീസ് പോലും കൊണ്ടുവരാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഹദീസ് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത്തരം ഹദീസുകളെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ദഈഫായ ഹദീസുകളാ, ദുർബലമായ ഹദീസുകൾ. ആരെങ്കിലും എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ, ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന്, ഞാൻ ചെയ്യാത്തത് ചെയ്തു എന്ന് എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് റിസർവ് ചെയ്യട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വിഷയമാണ്. ബറാഅത്ത് രാവാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പറയാണ് ഷഅബാൻ 15 ബറാഅത്ത് രാവാണെന്ന് പറഞ്ഞാൽ മഖഅദഹു മിനന്നാർ, അവൻ റിസർവ് ചെയ്യട്ടെ, അവൻ ഇപ്പോ തന്നെ ഉറപ്പിക്കട്ടെ, അവന്റെ ഇരിപ്പിടം നരകമാണ്, അവന്റെ സീറ്റ് നരകമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അന്ധവിശ്വാസമാണ്, അത് ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസമാണ്. അന്ന് ആരെങ്കിലും ബറാഅത്ത് രാവ് എന്ന പേരിൽ ആ ഒരു വിശ്വാസത്തിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ അത് ബിദ്അത്തായ നമസ്കാരമാണ്. ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അത് ബിദ്അത്തായ നോമ്പാണ്. ഒരു ദിക്റ് ആ പോരിശ പറഞ്ഞിട്ട് ബറാഅത്ത് രാവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിക്റ് ചൊല്ലിയാൽ അത് ബിദ്അത്താണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് ബിദ്അത്താണ്. അന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം പ്രത്യേകമായിട്ട് തയ്യാറാക്കിയാൽ വളരെ രസാ. ഇന്നലെ ഞാൻ കോളേജും വിട്ട് രാത്രി 10 മണിക്ക് പിന്നെ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം, ഇടവണ്ണയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം, മക്കൾ കാത്തിരിപ്പിക്കുന്നുണ്ടാവും. അവർക്ക് കടയിൽ നിന്ന് ഒരു മിഠായി വാങ്ങാൻ കടയിൽ കയറിയപ്പോ കടക്കാരൻ ചോദിക്കുക, നാളെ ബറാഅത്ത് രാവിന് വേണ്ടി വാങ്ങുന്ന മിഠായി ആണോ എന്ന ചോദ്യം. വല്ലാഹി സത്യം ഇന്നലെ ഉണ്ടായതാണ്. ആ വിശ്വാസത്തിൽ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചാൽ, ഒരു മിഠായി വാങ്ങിയിട്ട് വിതരണം ചെയ്താൽ കഴിക്കാൻ പാടില്ല. അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കർമ്മങ്ങളാണ് അതെല്ലാം ബിദ്അത്തുകളാണ്, ഹറാമിന്റെ ഭക്ഷണങ്ങളാണ്. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് കൂട്ടരെ, ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് ഇസ്ലാം എന്ന് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ. ഇസ്ലാമിൽ പ്രവേശിച്ചാൽ പോരാ, ഇസ്ലാമിൽ പ്രവേശിച്ചാൽ നമ്മൾ മുസ്ലിങ്ങളാകുള്ളൂ. നമ്മൾ മുഅ്മിനീങ്ങളാകണമെങ്കിൽ എന്ത് വേണം? ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിക്കണം. ഇസ്ലാം ഇല്ല നമ്മളിൽ. നമ്മൾ ഇസ്ലാമിൽ പ്രവേശിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് പ്രഖ്യാപിക്കുന്നതോടുകൂടി നമ്മൾ മുസ്ലിമായി. ഖാലത്തിൽ അഅറാബു ആമന്നാ ബിഹി, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുല്ലൻ തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ, വിശ്വാസിയായി എന്ന് പറയരുത്. വേണമെങ്കിൽ മുസ്ലിമായി എന്ന് പറഞ്ഞോ. മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.